ഇവനാണെങ്കിൽ ഏത് നേരം ഉറങ്ങിക്കൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഇന്ന് അടി കോൺക്രീറ്റ് ഉള്ള ദിവസമാണ് കേട്ടോ. അപ്പോൾ അവർക്ക് വെള്ളവും ചായയൊക്കെ ദിവസം പണിക്കാരുള്ളപ്പോൾ ഞാൻ ഇങ്ങനെ തന്നെയാണ്. ഇന്ന് നനയ്ക്കലും കഴിയും, ആ കൂട്ടത്തിൽ വെള്ളവും ചായയൊക്കെ അവിടേക്ക് എത്തിച്ച് കൊടുക്കലും കഴിയും. അങ്ങനെ അത് കഴിഞ്ഞിട്ട് 10 മണിയാകുമ്പോഴത്തേന് ഞാൻ കഞ്ഞിയും വാഴയ്ക്ക ഉപ്പേരിയൊക്കെ റെഡിയാക്കി വന്നതിന് ശേഷമാണ് കേട്ടോ ഓരോരോ പണികളെടുക്കുന്നത്. കഞ്ഞി കൊടുത്തിട്ട് ഞാൻ എൻ്റെ വലിയോനെ ഞാനിന്ന് സ്കൂൾക്ക് പറഞ്ഞയച്ചിട്ടുണ്ടായിരുന്നില്ല, അല്ലാതെ ആരും ഉണ്ടായിരുന്നില്ല നിൽക്കാൻ കേട്ടോ. മറ്റേത് ഇവിടെ എന്തെങ്കിലും പണി ഉണ്ടെന്ന് അറിയുമ്പോൾ എൻ്റെ അമ്മ വരലുണ്ട്. പക്ഷെ എൻ്റെ അമ്മക്ക് പ്രാവശ്യം ഷോൾഡറിനൊക്കെ വേദനയായിട്ട് ഞാൻ പിന്നെ വല്ലാതെ അവിടെ നിർബന്ധിച്ചില്ല. എന്തായാലും കഞ്ഞിയൊക്കെ കൊടുത്തതിന് ശേഷം ഞാനിത് അടുത്തതൊക്കെ റെഡി ആക്കിയിട്ടുണ്ട് കേട്ടോ. ചിക്കൻ കറി നെയ്ച്ചോറുമാണ് ഉണ്ടാക്കിയത്. പിന്നെ തൈരച്ചാറും പപ്പടവും അച്ചാറും ഒക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ റെഡിയാക്കിയപ്പത്തിന് വലിയോനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഉമ്മ കഞ്ഞിയൊക്കെ കൊടുത്ത് കഴിഞ്ഞിരിക്കണു, അപ്പം എന്നാൽ പാത്രം കൊണ്ട് പോരായിരുന്നു പറഞ്ഞ് അവൻ തിരിച്ച് വന്ന് ഞങ്ങൾ പിന്നെ ആ പാത്രമൊക്കെ കഴുകി വെച്ചങ്ങാണ്ട് ഈ ചോറും കൊണ്ടൊക്കെ പോവുകയാണ് കേട്ടോ. ഏറെ അന്ന് അവനെ ലീവാക്കാൻ കാരണം ഈ ഭക്ഷണം കൊണ്ടൊക്കെ പോക്ക് വരവുള്ള കാരണം കൊണ്ട് എനിക്ക് ഒറ്റയ്ക്ക് ബുദ്ധിമുട്ടായതുകൊണ്ട് അവിടെ കറങ്ങി നിന്ന് സ്കൂട്ടിൻ്റെ ചാവി ഉള്ളത് മേലക്കാണ്ടിട്ടു. അപ്പോൾ അത് സൺസൈഡിൻ്റെ മുകളിൽ അവിടെ തങ്ങി. പിന്നെ കോണി ഉള്ളിലായിരുന്നു കേട്ടോ. പിന്നെ ജനലിൻ്റെ മുകളിൽ കൂടി കയറിയങ്ങാണ്ടാണ് ഇപ്പോൾ അത് മാന്തി അവൻ അവിടെ നിൽക്കുന്നത്. ഒപ്പം നിന്ന ഉപകാരങ്ങളും ഉണ്ട്, അതേമാതിരി തന്നെ ചില സമയത്ത് ഉപദ്രവങ്ങളും അവരെ കൊണ്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തോടെ നമ്മളെ കോൺക്രീറ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറക്കരുത്. അപ്പോൾ എല്ലാവരോടും ഒത്തിരി സ്നേഹത്തോടെ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ.